Hi, welcome to my channel Food for My Wife. ആദ്യമായി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വൈഫിന് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ചൂര മീൻ പിരട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും. വളരെ ലളിതവും എന്നാൽ രുചികരവുമായ ഒരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ തന്നതുപോലെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്ന എൻ്റെ സൗഹൃദയങ്ങൾ തീർച്ചയായും ആ ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബിലൊന്ന് അമർത്തി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ പാചകപ്രയോഗത്തിലേക്ക് പോകാം. വരും. ഹലോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചൂര മീൻ പുരട്ടാണ്. അപ്പം ഞാൻ 250 ഗ്രാം ചൂര മീൻ ഇവിടെ നല്ലപോലെ ഫ്രഷായി കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലത്തേക്കായിട്ട് ആദ്യം നമുക്ക് മസാലകളെല്ലാം ചേർത്ത് പുരട്ടി വയ്ക്കണം ഒരു 15 മിനിറ്റ്. അപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച പേസ്റ്റ്, പാകത്തിന് ഉപ്പ്. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം വെക്കണം. അതിനുശേഷം ഇതിനെ നമുക്ക് പുരട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാം. മിനിറ്റ് വെച്ചാൽ നല്ലപോലെ മസാല എല്ലാം പിടിക്കുകയുള്ളൂ. ഈ ചൂര മീനെന്ന് പറയുമ്പോൾ മസാല നല്ലപോലെ പിടിക്കണം. മറ്റേ മീനിനെ കണക്ക് ഉടനെ മസാല ചേർത്ത് നമ്മൾ പിന്നെ ഫ്രൈ ചെയ്യാനോ മറ്റേതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മസാല പിടിക്കത്തില്ല. ചൂര മീൻ കുറച്ച് സമയമെടുക്കും മസാല പിടിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പുരട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇത് 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ചൂരമീൻ പുരട്ടിന് വേണ്ടി എണ്ണ 3 സ്പൂൺ ഒഴിച്ചു കഴിഞ്ഞു. അത് എണ്ണ ചൂടായി. ഇനി നമുക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞത്, നല്ലൊന്ന് ബ്രൗൺ കളറാകട്ടെ. നല്ലപോലെ മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിന് അരിഞ്ഞത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി. അവിടെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പേരിന് വേണ്ടി ഉപ്പ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് കറിവേപ്പില ഇടാം.
സവാള ഇത് എല്ലാം ഒരു ബ്രൗൺ കളർ ആകണം. അതിനുവേണ്ടിയാണ് ഇത്. ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ പേരിന് വേണ്ടി ഇതിൽ മഞ്ഞൾപ്പൊടിയും അല്പം കാശ്മീരി മുളകും ഗരം മസാലയും ചേർത്ത്. സവാള നല്ല ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതാണിപ്പോൾ ചേർത്തിട്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചൂര മീനിൻ്റെ ഇതിൽ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ 5 മിനിറ്റ് അടച്ചു വയ്ക്കണം. ഇത് ശ്രദ്ധിക്കുക, വളരെ പയ്യെ മാത്രമേ ഇതിനെ മറിച്ചിടാവൂ. ഇനി നമുക്ക് 10 മിനിറ്റ് ചെറുതീയിൽ ഇതിനെ ഒരു പാത്രം കൊണ്ട് മൂടി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇതിനെ മറിച്ച് കൊടുക്കണം. അതിൽ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോൾ കൂടെ ഇങ്ങനെ മറിച്ച് കൊടുക്കുക. നല്ല ഒരു റെസിപ്പിയാണ്. അത് നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, ചൂര പിരട്ട് എങ്ങനെയാണെന്നുള്ളത്. വെള്ളം ചേർക്കരുത്. പിന്നെ ഞാൻ ഇവിടെ തേങ്ങ ചേർത്തില്ല. തേങ്ങ ചേർക്കണമെന്നുള്ളവർക്ക് എണ്ണ ഒഴിച്ച് ഇത് ആക്കുമ്പോഴത്തേക്ക് ആദ്യം തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മൂപ്പിച്ചെടുത്ത് അതിൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു രുചി വ്യത്യാസം ഉണ്ടാവും. നല്ല ടേസ്റ്റുമായിരിക്കും. ഞാൻ തേങ്ങ ചേർത്തില്ല. അപ്പോൾ നമ്മുടെ ചൂര പിരട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചൂര മീൻ പിരട്ട് റെഡിയായി ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റ്ഫുൾ ആയിട്ടാണ്.